ഡേ 77. അപ്പോൾ രാവിലത്തെ മെയിലായിട്ടുള്ള 10 എഗ് വെയിറ്റ്സ് എടുത്ത ശേഷം നേരെ ഞാൻ ജിമ്മിലേക്ക് പോയി. ജിമ്മിലെത്തിയ ശേഷം എൻ്റെ ഇന്ന് ഹൈ കാർബ് ഡേ ആയിരുന്നു. 100 ഗ്രാം ഓട്സ് എടുത്ത് എൻ്റെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. ബാർബൽ ഫ്രണ്ട് പ്രസ് ആയിരുന്നു ഫസ്റ്റ് വർക്കൗട്ട്. സെക്കൻഡ് വർക്കൗട്ട് കേബിളിൽ ലാറ്റർ റൈസ് ആയിരുന്നു. തേർഡ് വർക്കൗട്ട് ഡംബൽ ഹാമർ ഫ്രണ്ട് റൈസും. ലാസ്റ്റ് വർക്കൗട്ടായിട്ട് റിവേഴ്സ് പാക്കഡ് ഫ്ലൈയും ആയിരുന്നു. രാവിലത്തെ ഷോൾഡർ വർക്കൗട്ട് വൈൻഡപ്പ് ചെയ്തതിനു ശേഷം നേരെ ഞാൻ വീട്ടിലേക്ക് എത്തി. എൻ്റെ ഹൈ കാർബ് ഡേയിലെ തേർഡ് മെയിലായിട്ടുള്ള ചിക്കനും 200 ഗ്രാം റൈസും എടുത്തു. ഷോപ്പിലേക്ക് തിരിച്ചെത്തി എൻ്റെ 4ാമത്തെ മെയിൽ ഞാൻ എടുത്തു. അത് കഴിഞ്ഞ് 5 മണിക്ക് എൻ്റെ 7 എഗ് വെയിറ്റ്സ് കഴിച്ച് ജിമ്മിലെത്തി എൻ്റെ പ്രീ വർക്കൗട്ട് മെയിലെടുത്ത് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് പുഷപ്പ് ചെയ്തു. സെക്കൻഡ് വർക്കൗട്ട് ഇൻക്ലൈൻ ഡംബൽ പ്രസ്സും ഇൻക്ലൈൻ ഡംബൽ ഫ്ലൈയും സൂപ്പർ സെറ്റ് ആയിട്ടായിരുന്നു ഞാൻ വർക്കൗട്ട് ചെയ്തത്. ഓരോ സെറ്റ് കഴിയുമ്പോഴും ഞാൻ നല്ല രീതിയിൽ പോസ് ചെയ്തിരുന്നു. നല്ല പമ്പ് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. നല്ല പോലെ ഹോൾഡ് ചെയ്തിട്ട് ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ടായിരുന്നു ഓരോ സെറ്റ് കഴിയുമ്പോഴും പോസ് ചെയ്തു. സെക്കൻഡ് വർക്കൗട്ട് കേബിളിൽ ക്രോസ് ഓവർ ആയിരുന്നു. തേർഡ് വർക്കൗട്ട് ഇൻക്ലൈൻ ബെഞ്ചിൽ ഡംബൽ പ്രസ്സും ആയിരുന്നു. ഡംബൽ പ്രസ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ സൈഡ് ചെസ്റ്റ് പോസൊക്കെ ഒന്ന് പോസ് ചെയ്ത് നോക്കി. നല്ലപോലെ ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ടായിരുന്നു ചെയ്തത്. സെക്കൻഡ് ലാസ്റ്റ് വർക്കൗട്ട് സ്മിത്ത് മെഷീനിൽ ഫ്ലാറ്റ് പ്രസ് ആയിരുന്നു. 4 സെറ്റ്, 4ാമത്തെ സെറ്റ് ഡ്രോപ്പ് സെറ്റ് എന്ന രീതിയിലായിരുന്നു ആ വർക്കൗട്ട് ചെയ്തത്. ആ വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് മാൻഫിസിക്കും മസ്കുലർ ബോസും ജസ്റ്റ് പിടിച്ചു. ലാസ്റ്റ് വർക്കൗട്ട് ഡംബൽ പുൾ ഓവർ ആയിരുന്നു. 3 സെറ്റ്സ് 12 റെപ്സ് ആയിരുന്നു പുൾ ഓവർ ചെയ്തത്.